അത് നിന്ദ്യമൊന്നുമല്ല അല്ലേ. പശുവിന്റെ പൃഷ്ഠത്തിന് ചാണകം വീണാൽ ഒരു ചാൺ അകം വട്ടമാണ് അതിന്റെ വലിപ്പം അല്ലേ. അതാണ് ചാൺ അകം. ആ വാക്ക് അങ്ങനെയാണ്. അത്രയും പ്രദേശം ശുദ്ധായി അല്ലെ. ഒരു പ്ലേറ്റിന്റെ വട്ടം, ഒരു ചാണകം പ്രദേശം ശുദ്ധായി. പാലക്കാട് വരുമ്പോ തിരുവില്ലാമല ഇനി വരുമ്പോൾ നിങ്ങളൊക്കെ തൊഴണം തീർച്ചയായിട്ടും അല്ലേ. പാലക്കാടല്ല, തൃശ്ശൂർ ജില്ല നിങ്ങളുടെ അയൽവക്കത്ത. ആ തിരുവില്ലാമല ശ്രീരാമന്റെ ചുറ്റും 5-6 പശുക്കൾ സ്ഥിരമുണ്ട് അത്ര അല്ലേ. നിങ്ങളിനി പോകുമ്പോൾ കാണാം അല്ലേ. അതുകൊണ്ട് തിരുവില്ലാമല വില്വാദ്രിനാഥന് ഗണപതി ഹോമവും പുണ്യാഹോമവും വേണ്ട. കാരണം ഈ പശുക്കൾ സദാ ആ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്ത് ചാണകവും ഗോമൂത്രവും വരിഷിച്ച് ആ ക്ഷേത്രത്തെ അല്ലെ പഞ്ചഗവ്യം കൊണ്ടല്ലേ ദേവനെ ശുദ്ധീകരിക്കുക. ഈ അശുദ്ധിയൊക്കെ വന്നാൽ ആ ഒരു നിർവാഹം പഞ്ചഗവ്യ ശുദ്ധിയാണ്. പശുക്കൾ സ്ഥിരം സഞ്ചരിക്കുക കൊണ്ട് തന്നെ ഒരു ഭൂമി പരിശുദ്ധാവും. അതാണ് ചാണകത്തിന്റെ ഈ ഗോമൂത്രത്തിന്റെ ഒക്കെ മഹാത്മ്യം. എന്തായാലും അത് നിലത്ത് വീണാൽ ആ ഭൂമിയും ശുദ്ധാവും. പശുക്കൾ വെറുതെ മേഞ്ഞു നടന്നാൽ ആ ഭൂമിയിൽ ഗോമൂത്രവും ചാണകവും വീണാൽ ആ ഭൂമി ശുദ്ധാവും. ചാണകത്തിനും ഭസ്മത്തിനും അത്രയും മാഹാത്മ്യമുണ്ട്. നിലത്തു നിന്നെടുത്തതിന് മുമ്പേ താനേറ്റു പിടിച്ചുടൻ ഷടങ്കത്താൽ ചുട്ടെടുത്താൽ പൗഷ്ടികവും മുനേ. അങ്ങനെ പൗഷ്ടികം അല്ലേ. പിന്നീട് ആ കാമതം, അങ്ങനെ അനവധിയായ ഭസ്മമാഹാത്മ്യങ്ങളെ പറയണു. അതുകൊണ്ട് യാതൊരുവരാണോ ശ്രേഷ്ഠായ ഭസ്മത്തെ യഥാവിധി ധരിക്കണത് അവരെല്ലാവിധമായ ശ്രേയസ്സും അഭിവൃദ്ധിയുമുള്ളവരായി തീരും. ഇപ്രകാരം അത്രേ അതിവിശേഷമായ ഭസ്മമാഹാത്മ്യത്തെ നിങ്ങൾക്കായി പറഞ്ഞുകൊള്ളും.